നമസ്കാരം. എൻട്രാക്കൾട്ട് എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പാലക്കാടിന്റെ ചരിത്രം, അതോടൊപ്പം തന്നെ മലബാറിന്റെ ചരിത്രം തന്നെ മാറ്റിമറിക്കപ്പെട്ട ഒരുപാട് യുദ്ധങ്ങളും കോലാഹലങ്ങളും പോരാട്ടങ്ങൾക്കും സാക്ഷ്യം വഹിച്ച പണ്ടുകാലത്ത് നടുവട്ടം എന്നറിയപ്പെട്ടിരുന്ന ഒരു പ്രദേശത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത്. അന്ന് സംഭവിച്ചുകൊണ്ടിരുന്ന കോലാഹലങ്ങളുടെയും പോരാട്ടങ്ങളുടെയും രക്തച്ചൊരിച്ചിലുകളുടെയും കണ്ണീരിന്റെയും എല്ലാം ഒരു സാങ്കല്പികമായ ലോകം മനസ്സിൽ കൊണ്ടുകൊണ്ടുള്ള ഒരു യാത്രയിലേക്കാണ് പ്രേക്ഷകരെ ക്ഷണിക്കുന്നത്. 14 വാർഡുകൾ അടങ്ങുന്ന മങ്കര ഗ്രാമപഞ്ചായത്തിലൂടെയുള്ള ഈ യാത്രയിൽ നമുക്ക് ഒട്ടേറെ കാഴ്ചകൾ റോഡിന് ഇരുവശവും കാണാം. ആലപ്പുഴയിലെ കുട്ടനാട് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന നെല്ല് ഉൽപാദന കേന്ദ്രങ്ങളുടെ ഒരു സ്ഥിരാകേന്ദ്രത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാപ്പിൽ കാണുന്ന ഈ പ്രദേശങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു നടുവട്ടം. ദ ബുക്ക് ഓഫ് ഡുവാർഡ് ബാർബോസ വോളിയം 2 പേജ് നമ്പർ 94-95 കൊടുത്തിരിക്കുന്നത് പ്രകാരം കോട്ടായി, മങ്കര, കുട്ടന്നൂർ, കുഴൽമന്നം, വിജയ ചാത്തന്നൂർ, തേങ്കുറിശി, തന്നിശ്ശേരി, പെരുവമ്പ, കൊടുവായൂർ, കാക്കയൂർ, വിളയന്നൂർ, മണലൂർ, എരുമയൂർ, കുനിശ്ശേരി, പറക്കുളം, പല്ലാവൂർ, കുട്ടനല്ലൂർ, പല്ലശ്ശന, വടവന്നൂർ, കിഴക്കേക്കര, പടിഞ്ഞാറേത്തറ, വട്ടേക്കാട്, പനങ്ങാട്ടിരി, കൊല്ലങ്കോട്, മുതലമട എന്നീ പ്രദേശങ്ങളായിരുന്നു ഈ നടുവട്ടം പ്രദേശത്ത് ഉൾപ്പെട്ടിരുന്നത്. പാലക്കാട് പ്രദേശം ഭരിച്ചിരുന്ന നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും ചരിത്രം അറിയുവാൻ നമ്മുടെ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ള പഴയ വീഡിയോകൾ പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. വടക്കുഭാഗത്തും കിഴക്കുഭാഗത്തുമായി മലനിരകളും, തെക്കുഭാഗത്ത് ചിറ്റൂർ, നെന്മാറയും, അതുപോലെ പടിഞ്ഞാറ് ഭാഗത്ത് വടക്കഞ്ചേരിയും അതിരുകളായിട്ടുള്ള പ്രദേശമായിരുന്നു പാലക്കാട്. പാലക്കാട് രാജാക്കന്മാർക്ക് കൊച്ചി രാജാക്കന്മാരുമായി വൈവാഹിക ബന്ധവും അതോടൊപ്പം തന്നെ വളരെ അടുത്ത ഊഷ്മളമായ ബന്ധവും നിലനിന്നിരുന്നതിനാൽ കോഴിക്കോട് ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന സാമൂതിരിയും കൊച്ചി ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന കൊച്ചി രാജാക്കന്മാരും തമ്മിലുള്ള യുദ്ധങ്ങൾ നടക്കുമ്പോഴൊക്കെ സാമൂതിരിക്കെതിരെയായിട്ട് കൊച്ചി രാജാക്കന്മാര് പാലക്കാട് രാജാക്കന്മാരെ ഉപയോഗിച്ചിരുന്നു. സാമ്രാജ്യ വികസനത്തിനു വേണ്ടി പട നയിച്ചിരുന്ന സാമൂതിരിക്ക് നേരിട്ടത് വലിയ അല്ലെങ്കിൽ ഭാരിച്ച ചിലവുകളായിരുന്നു. ഇവയിൽ ഭാരിച്ച ചെലവ് എന്ന് പറയുന്നത് സൈനികരുടെ ചിലവായിരുന്നു. സൈനികരെ നിലനിർത്തുന്നതിനും തീറ്റിപ്പോറ്റുന്നതിനും ധാരാളം ധനം ആവശ്യമായി വന്നിരുന്നു. ഇതിനൊരു പരിഹാരം കണ്ടെത്തുന്നതിനിടയ്ക്കാണ് സാമൂതിരിക്ക് ഒരു അവസരം വന്നു ചേരുന്നത്. കൊച്ചി രാജാക്കന്മാരുമായുള്ള ബന്ധം കാരണം ഇവ ഇടയ്ക്കിടയ്ക്ക് സാമൂതിരിക്ക് തലവേദന സൃഷ്ടിക്കുമായിരുന്നുവെന്നും, അതല്ല ഈ പ്രദേശങ്ങൾ പിടിച്ചടക്കുവാൻ വേണ്ടി സാമൂതിരി ഒരു അവസരം പാർത്തിരിക്കുന്നതിനിടയ്ക്ക് കൊച്ചി രാജാക്കന്മാരുമായി ചേർന്ന് നടത്തിയ ഇവരുടെ പ്രവർത്തനങ്ങൾ അതിന് ഹേതുവായി എന്നും, അതിനെ തുടർന്നാണ് ഈ പ്രദേശം സാമൂതിരി ആക്രമിച്ച് കൈയടക്കുന്നത് എന്നും ചിലർ അവകാശപ്പെടുന്നു. മങ്കരയിലെ റെയിൽവേ ഗേറ്റിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മങ്കരയ്ക്കുള്ള മറ്റൊരു പ്രത്യേകത, ഇവിടെ ഒരു പഴക്കമേറിയ ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്. ചേറ്റൂർ ശങ്കരൻ നായരുടെ ജന്മസ്ഥലം കൂടിയാണ് ഈ മങ്കര പ്രദേശം. അദ്ദേഹം പ്രഗത്ഭനായ ഒരു അഭിഭാഷകനായിരുന്നു. ആദ്യകാലത്ത് ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്നാണ് അദ്ദേഹം അഭിഭാഷക വൃത്തി നടത്തിയിരുന്നതെങ്കിലും പിന്നീട് ജാലിയൻ വാലാബാഗിൽ നടന്ന കൂട്ടക്കുരുതിയെ തുടർന്ന് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ തന്നെ ചില നടപടികൾ കൈക്കൊണ്ടു, അല്ലെങ്കിൽ നിലപാട് കൈക്കൊണ്ടു. അതിൻ്റെ ഒരൊറ്റ പ്രശ്നം കൊണ്ടാണ് ഈ പ്രശ്നം മൂടിവെക്കുവാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ഒരുപാട് ശ്രമിച്ചെങ്കിലും അത് കോടതിയിലെത്തി അതിനെ എതിരെ വാദിച്ച് വിജയം കൈക്കൊണ്ട ഒരു വ്യക്തിയായിരുന്നു CSN അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കര നായർ. അദ്ദേഹത്തിന്റെ കുറിച്ചിട്ട് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതിലെ നായകൻ അക്ഷയ് കുമാർ ആണ്. ജാലിയൻ വാലാബാഗിനെ തുടർന്ന് ബ്രിട്ടീഷുകാർ ആ ഒരു സംഭവം മൂടിവെക്കാൻ നടത്തിയ കുടില ശ്രമങ്ങളും
അതോടൊപ്പം തന്നെ അതിനെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ചേറ്റൂർ ശങ്കരൻ നായർ പ്രവർത്തിച്ച ചില ധീരമായ നടപടികളും അദ്ദേഹത്തിന് അതുമൂലം ഉണ്ടായ ചില നഷ്ടങ്ങളും അപമാനങ്ങളും എല്ലാം പ്രതിപാദിക്കുന്ന ഒരു പ്രമേയമാണ് ആ സിനിമയിലുള്ളത്. അത് OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. അപ്പോൾ പ്രേക്ഷകർ അത് കണ്ടാൽ ചേറ്റൂർ ശങ്കരൻ നായരെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വിവരണം കിട്ടും. നടുവട്ടം പ്രദേശം ആക്രമിക്കുവാൻ സാമൂതിരി നിയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെ മകനായ കുതിരവട്ടം നായരെ ആയിരുന്നു എന്ന് KVK അയ്യരുടെ പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്നു. ഈ ആക്രമണം ഏകദേശം ഒരു 15-ാം നൂറ്റാണ്ടിന്റെ പകുതിയിലായിരിക്കണം എന്നും കരുതപ്പെടുന്നു. ആ പുസ്തകത്തിൽ പറയുന്നത് തിരുവില്ലാമല ക്ഷേത്രത്തെയും അതുപോലെ തന്നെ ചെമ്പക്കുളങ്ങര അയ്യപ്പൻ, വെങ്കനാട് അപ്പിച്ചി, പാലച്ചേരി വെള്ളാളർ, അഞ്ചരച്ചേരി ചെട്ടികൾ എന്നീ ആളുകളെ സംരക്ഷിക്കുന്നതിനു കൂടി വേണ്ടിയുള്ള ഒരു ആക്രമണമായിരുന്നു എന്നും അതിൽ പരാമർശിച്ചിട്ടുണ്ട്. എട്ടര നാട്ടിലെ നാടുവാഴിയായും കൂറ്റനാട് അല്ലെങ്കിൽ പൊന്നാനിയുടെ പടിഞ്ഞാറ് പകുതിയിലെ നമ്പിടിയുമായിരുന്ന ഇവർ പെരിയണ്ട മുക്കിൽ കിഴക്കേ നമ്പൂതിരിയുടെ കുടുംബത്തിൽപ്പെട്ടവരാണത്രേ. ഇവർ തെക്കും പടിഞ്ഞാറുമുള്ള ഘട്ടങ്ങളെ സംരക്ഷിച്ചിരുന്ന ഗന്ധർവന്മാരുടെ പരമ്പരയിൽപ്പെട്ടവരാണെന്ന് അവകാശപ്പെടുന്നതായിട്ട് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. സ്ത്രീകളെ അപ്പിച്ചികൾ എന്നാണ് വിളിച്ചിരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃത ഭാഷയിലെ അപ്സര സ്ത്രീ എന്നത് ലോപിച്ചാണ് അപ്പച്ചി എന്നായത് എന്ന് കരുതപ്പെടുന്നു. ഇവർക്ക് 1000 നായന്മാരുടെ പടയുണ്ടായിരുന്നു. ഈ നാടുവാഴികളുടെ അരിയിട്ടുവാഴ്ച നടത്തിയിരുന്നത് നാറേരി നമ്പൂതിരിയായിരുന്നു അത്രേ. യാഗങ്ങൾക്ക് വേണ്ട സോമയും കരിങ്ങാലിയും ഇവരായിരുന്നു അത്രേ നൽകിയിരുന്നത്. കാച്ചാങ്കുറിശി ക്ഷേത്രത്തിലെ ട്രസ്റ്റികളാണിവർ. 17-ാം നൂറ്റാണ്ടിൽ ഇവർ അന്യം നിൽക്കുന്ന ഘട്ടത്തിലെത്തി. പുരുഷന്മാർ ഇല്ലാത്തതിനാൽ ചെറുള്ളി അച്ഛനായിരുന്നു ഇവരുടെ ജോലികൾ ചെയ്തിരുന്നത്. AD 1604-നും 1605-നും ഇടയ്ക്ക് ചക്കുപ്പറമ്പിൽ ഉണ്ണിച്ചുണ്ട നമ്പ്യാരെയും അദ്ദേഹത്തിന്റെ സഹോദരിയെയും ഇവർ ദത്തെടുക്കുകയുണ്ടായി. ഇത് കാലിക്കറ്റ് ഗ്രന്ഥാവലി അല്ലെങ്കിൽ കോഴിക്കോട് ഗ്രന്ഥാവലിയിൽ വിവരിച്ചിട്ടുണ്ട്. നമ്മളിനി യാത്ര ചെയ്യുന്നത് കോട്ടായി പ്രദേശത്തേക്കാണ്. ഇതുവരെയുള്ള യാത്രയിൽ നിന്ന് തന്നെ പ്രേക്ഷകർക്ക് ഒരു കാര്യം വ്യക്തമായിട്ടുണ്ടാകും. കാരണം റോഡിന് ഇരുവശത്തുമായിട്ട് ധാരാളം പാടങ്ങളുണ്ട്, നെൽപ്പാടങ്ങളുണ്ട്. നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണുള്ള സ്ഥലമാണ് ഈ പ്രദേശങ്ങളിലെല്ലാം. ഇവിടുത്തെ പ്രധാനമായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ധാരാളം ജലം ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ജലം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ ഫലഭൂയിഷ്ഠത കൂടുതലുണ്ടാകും. അവിടെ ഹരിതവർണ്ണമായിരിക്കും. അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ കാണുന്നത്. കരിമ്പുഴ ആക്രമിച്ചതിന് ശേഷമാണ് ഏറാൾപ്പാടിൻ്റെ കണ്ണ് ഇവിടെ പതിക്കുന്നത്. സാമൂതിരി ഇവിടേക്ക് കുതിരവട്ടത്ത് നായരെ നിയോഗിക്കുന്നതും എന്തിനു വേണ്ടിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ഫലഭൂയിഷ്ടമായ ഈ മണ്ണ്, അതിലൂടെ ഉണ്ടാക്കാവുന്ന ആ സമ്പൽ സമൃദ്ധി, അതെല്ലാം സാമൂതിരിയെ ഈ പ്രദേശത്തെ ആക്രമിക്കാനായിട്ട് ഒരു പ്രേരണ നൽകി എന്നതിൽ തർക്കമില്ല. പണ്ട് കാലത്ത് വീടുകളുടെ സമ്പൽ സമൃദ്ധി കണക്കാക്കിയിരുന്നത് വീടുകളുടെ മുറ്റത്തും പരിസരങ്ങളിലുമായിട്ട് കൂട്ടിയിട്ടിരിക്കുന്ന വൈക്കോൽ കൂമ്പാരങ്ങൾ അല്ലെങ്കിൽ വൈക്കോ കുണ്ടകളുടെ എണ്ണം നോക്കിയായിരുന്നു. നിരന്തരം രാജ്യാതിർത്തി വിപുലമാക്കിക്കൊണ്ടിരിക്കുന്ന സാമൂതിരിയെ പോലുള്ള വലിയ ഒരു സാമ്രാജ്യത്വവാദിയുടെ അതിവിപുലമായ സൈന്യത്തെയും സന്നാഹത്തെയും താരതമ്യേന ചെറിയൊരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ നാട്ടുരാജ്യത്തിന്റെ രാജാവായിരുന്ന പാലക്കാട് അച്ഛന്മാരും അവരുടെ സൈനികരായിട്ടുള്ള നായന്മാരും എതിരിട്ട ചരിത്രം എന്നും നമ്മൾ സ്മരിക്കേണ്ടതാണ്. പിന്നീട് യാഥാർത്ഥ്യം മനസ്സിലാക്കി സാമൂതിരി ചില ചതിപ്രയോഗങ്ങളും മറ്റും നടത്തിയാണ് ഈ പ്രദേശം കൈയടക്കുന്നത്. എന്താണ് ഈ നടുവട്ടത്തിന്റെ പ്രത്യേകത എന്നത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. ഈ പ്രദേശം കൈയടക്കിയതോട് കൂടിയിട്ട് ഈ പാലക്കാട് പ്രദേശം രണ്ടായിട്ട് മാറുകയാണ്. അതായത് വടമലപ്പുറവും തെമ്മലപ്പുറവും.
അപ്പൊ ഇതിന് ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്ന വെഡ്ജ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. നടുവട്ടം വെഡ്ജ് എന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആപ്പ് അടിച്ചു കയറ്റിയ പോലെയാണ്. എന്ന് പറഞ്ഞാൽ വടമലപ്പുറത്ത് നിന്നും തെന്മലപ്പുറത്ത് നിന്നും ആ പ്രവേശനം നേരിട്ട് സാധ്യമല്ലാത്ത രീതിയിലാണ് കുതിരവട്ടത്ത് നായർ ഈ പ്രദേശം കൈയടക്കി വെച്ചിരുന്നത്. 2021 പാസാക്കിയ ഒരു ശ്രദ്ധേയമായ ഒരു നിയമത്തിന്റെ പേരിൽ കേരളം മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്തായി മാറി മാത്തൂർ പഞ്ചായത്ത്. ആ മാത്തൂർ പഞ്ചായത്തിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് ആ നിയമം? ബ്രിട്ടീഷുകാരുടെ കാലം മുതൽക്ക് തന്നെ നമ്മൾ തുടർന്നു പോന്നിരുന്ന ഒരു വിളിയാണ് സർ എന്ന പദവും മാഡം എന്നുള്ള പദവും. ഇത് രണ്ടും നമ്മുടെ കൊളോണിയൽ അവസ്ഥയെ സൂചിപ്പിക്കുന്നതായി കണക്കാക്കി ജനപ്രതിനിധികൾ, പ്രത്യേകിച്ച് പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ കൂടി എടുത്ത ഒരു തീരുമാനമാണ് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെ ഇനി മുതൽ സാർ എന്നോ മാഡം എന്നോ വിളിക്കേണ്ട ആവശ്യമില്ല. അതിന് പകരമായിട്ട് അവർക്ക് ചേട്ടാ എന്നോ ചേച്ചി എന്നോ വിളിക്കാം. അതോടൊപ്പം തന്നെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ഇനി ഇംഗ്ലീഷിൽ പറയുന്ന റിക്വസ്റ്റ്, അപേക്ഷിക്കുന്നു എന്നത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പകരം താല്പര്യപ്പെടുന്നു എന്ന വാക്ക് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ആവശ്യപ്പെടുന്നു എന്ന പദവും ഉപയോഗിക്കാം. ജനങ്ങളുടെ നികുതിയിൽ നിന്നാണല്ലോ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ സേവിക്കാനുള്ളവരാണ് ഉദ്യോഗസ്ഥർ. അവർ ജനങ്ങളുടെ യജമാനന്മാരല്ല, മറിച്ച് ജനങ്ങളാണ് അവരുടെ യജമാനന്മാർ എന്ന ഒരു കാഴ്ചപ്പാടിലാണ് ഈ ഒരു നിയമം മാത്തൂർ പഞ്ചായത്തിൽ നടപ്പാക്കിയത്. കുതിരവട്ടം നായർ ഈ പ്രദേശം കീഴടക്കിയതിനെ കുറിച്ചും അത് ഏതൊക്കെ രീതിയിലായിരുന്നു എന്നും അതുപോലെ തന്നെ പാലക്കാടുള്ള ഇടങ്ങളെ കുറിച്ചുമുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. വേണ്ടവർക്ക് അത് കാണാവുന്നതാണ്. നിരന്തരമായുള്ള ആക്രമണത്തിന് ശേഷം അതിരൂക്ഷമായ രക്തച്ചൊരിച്ചിലുകൾക്കും ശേഷം ഈ പ്രദേശം കീഴടക്കിയ സന്തോഷ വാർത്ത സാമൂതിരി അറിഞ്ഞ ഉടൻ തന്നെ കുതിരവട്ടത്ത് നായർക്ക് തൻ്റെ ഇടതുകാലിലെ ഒരു വളയം അല്ലെങ്കിൽ ഒരു പാദസ്വരം, ആംഗലറ്റ് എന്നാണ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, അത് ഊരി അദ്ദേഹത്തിന് സമ്മാനിക്കുകയും ഈ പ്രദേശത്തിന്റെ, നടുവട്ടം പ്രദേശത്തിന്റെ നാടുവാഴിയായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. നടുവട്ടം പ്രദേശത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ പകുതിയോളം കുതിരവട്ടത്ത് നായർക്ക് അനുഭവിക്കാം എന്നും സാമൂതിരി ഉത്തരവിറക്കുന്നു. കുതിരവട്ടത്ത് നായർ കൊടുവായൂരുള്ള കോട്ട പുതുക്കിപ്പണിത് ശക്തിപ്പെടുത്തുന്നു. അത് മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള ഈ പ്രദേശത്തെ ആക്രമിക്കുന്നതിന് തടയുവാൻ വേണ്ടി ചെയ്തതാണത്രേ. നടുവട്ടം പ്രദേശം കൈയടക്കിയതോടുകൂടി ആ പ്രദേശത്തിന്റെ അധിപനായി കുതിരവട്ടത്ത് നായർ മാറിയതോടുകൂടി അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചതാണത്രേ പുതിയൊരു സ്വരൂപം. അങ്ങനെയാണ് കുതിരവട്ടത്ത് സ്വരൂപം ഉണ്ടാകുന്നത്. ഈ സ്വരൂപത്തിലെ പുരുഷന്മാരെ തമ്പാൻ എന്നും തമ്പാൻ എന്നും അറിയപ്പെട്ടു. സ്ത്രീകളെ തമ്പാട്ടി എന്നും വിളിച്ചു വന്നു. ഒരിക്കൽ സാമൂതിരിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്ന കുതിരവട്ടത്ത് നായർ പിന്നീട് എങ്ങനെ അപ്രിയനായി മാറി? കുതിരവട്ടം സ്വരൂപം എന്ന സ്വരൂപത്തിന്റെ തകർച്ച തുടങ്ങുന്നത് എങ്ങനെ? അവർക്ക് എങ്ങനെ ഈ നടുവട്ടം പ്രദേശം വിട്ടുപോകേണ്ടി വന്നു? ഈ കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ വിവരിക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.